ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഞാൻ കുറേ നാളായിട്ട് അമ്മയുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. പേളി വാണിയുടെ വ്ളോഗ് കണ്ടപ്പോൾ മുതൽ ഞാൻ പറയുന്നത് നമുക്കും വീട്ടിലൊന്ന് പൊതിച്ചോറുണ്ടാക്കാമെന്ന്. അപ്പം ഓരോ ആഴ്ച എന്തെങ്കിലുമൊക്കെ പരിപാടി ഒന്നും നടക്കൂല. അപ്പോൾ ഇന്ന് ക്യാമറയുടെ ബാക്കിൽ അനാമുള്ളത്. അപ്പോൾ അനാമു ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് നമ്മളല്ല, അമ്മ വിചാരിച്ചു പൊതിച്ചോറ് വീട്ടിലുണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ പറയുകയാണ്. നമ്മളും നേരത്തെ എണീറ്റ് അമ്മ രാവിലെ എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് 1-2 സാധനങ്ങൾ പിന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി തേങ്ങാ ചമ്മന്തിയും മാങ്ങാ ചമ്മന്തിയും മുട്ട പൊരിക്കണം, മീൻ പൊരിക്കണം, ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാം അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചു. എനിക്ക് ഇതെല്ലാം വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഒരു 10 മണിയായപ്പോഴേ എല്ലാം ചെയ്തു വെച്ചു. പിന്നെ ഇന്നലെ നമ്മൾ 3 മണിക്കാണ് ഞാനും അനാമും കിടന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു 11 മണിക്കെങ്കിലും എണീക്കണം, എങ്കിലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് 8:30 എണീറ്റിരിക്കുകയാണ്. 8:30 എണീറ്റ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, അങ്ങനെ വെറുതെ ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. അപ്പം എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ പൊതിച്ചോറ് പൊതിയാനായിട്ടുള്ള വാഴയില ഇനി കണ്ടുപിടിക്കാനായിട്ട് താഴെ പോകണം. അപ്പം എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിനി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ട്. ഗൈസ്, ഇന്നത്തെ ഉഴുന്നുവട. സാമ്പാർ തീർന്നോ? കുറച്ച് ഉഴുന്നുവട, സാമ്പാർ കൊള്ളാം അല്ലേ? ഉഴുന്നുവട കൊള്ളാം. കുറേ കൂടെ എടാ, നീ ഇല്ലേ? എവിടുന്നാണ് നീ വാഴയില വെട്ടുന്നത്? തരൂലേ? നമ്മളും കൂടെ വരാം കേട്ടോ. എനിക്കാണേലും ഓഫീസിൽ ഇരിക്കുമ്പോ വിശപ്പാണ്, ഒടുക്കത്തെ വിശപ്പാണ്, എപ്പോഴും വിശപ്പും. വീട്ടിലാണെങ്കിലും വിശപ്പെന്ന് പറഞ്ഞ സാധനം എനിക്ക് വരില്ല. 2 നേരമൊക്കെ എനിക്ക് വിശപ്പുള്ളൂ വീട്ടിലുള്ളപ്പോ. അല്ല, ഇന്ന് ഞാൻ നോക്കൂ 2 ദോശയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്റെ ദൈവമേ, വെയിലെന്ന് പറഞ്ഞാല് കണ്ണുപോലും കണ്ടു പൊള്ളുന്നു. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതിന് മുന്നേ ആവിയൊക്കെ അടിച്ച് സൺസ്ക്രീൻ ഇട്ടതുമില്ല. ഞാൻ ഇന്ന് ഓർത്തില്ല സൺസ്ക്രീൻ ഇടുന്ന കാര്യം. ഇനി ഇടാൻ മടിയായി ഗൈസ്. വസുവിന്റെ കൂട്ടുകാരന്റെ വീട്ടിലാണ് നമ്മള് വാഴ വെട്ടാൻ പോകുന്നത്. വാഴയില വെട്ടാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ട്രിപ്പിൾസ് അടിച്ചാണ് പോകുന്നത്. ഇത് ചെറിയൊരു ഇടവഴി, അതുകൊണ്ടാണ് ട്രിപ്പിൾസ് അടിച്ചത്. ഇടവഴിയല്ല, നമുക്ക് കുറച്ച് ദൂരമുള്ള വെയിലാണ്ട് നടക്കാൻ വയ്യാത്തോണ്ടാണ് നമ്മള് വണ്ടിയിൽ പോകുന്നത്. വെയില് ആവി പറക്കുന്നു സത്യം പറഞ്ഞ. വാഴകൾ, നിറയെ വാഴകൾ. ഇത് വേറൊരു വാഴ. ബിഹൈൻഡ് ദ ക്യാമറ ഞാൻ കാണിച്ചു തരാം. അമ്മ നമുക്ക് വെട്ടാനായിട്ട് കത്തിയൊക്കെ തന്നിട്ടുണ്ട്. ഇല്ല, അത് ചെറിയ, ഇതില്ലാത്തത്, മൂർച്ചയില്ലാത്തത്. പയ്യൻ വാഴയെല്ലാം മുറിക്കാൻ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് അവൻ പെർമിഷൻ വാങ്ങാൻ പോയതാണോ എന്ന് അറിഞ്ഞൂട. അവന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു എന്ന് തോന്നുന്നു. ഗൈസ്, ഇപ്പൊ ഒരു കോമഡി സംഭവം ഉണ്ടായി. നമ്മളാണെങ്കിൽ ഇവിടെ നിൽക്കുമായിരുന്നു, ഈ വഴിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മുടെ വണ്ടി ഇട്ടിരുന്നത്. അപ്പം എന്തോ ഒരു പാർട്ടിയുടെ ഒരു പെട്ടിയോട്ട് കൊണ്ട് ഇങ്ങനെ നിർത്തിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഏരിയയിലുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചു, അങ്ങനെ നിർത്തിയിരിക്കുകയായിരിക്കുമെന്ന്. എന്നിട്ട് ഈ അപ്പുറത്തെ വീട്ടിലിരിക്കുന്നവരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മാമ ഇറങ്ങി വന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് അങ്ങനെ ചോദിച്ചു, ഇത് നിങ്ങളുടെ വണ്ടിയാണോ? എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെ മിണ്ടാൻ നിന്ന്? ഞാൻ വിചാരിച്ചു ഇവിടെ ആൾക്കാർ കേൾക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. എന്നിട്ട് ആ മാമൻ്റെ അടുത്ത് മാമൻ തന്നെ നീക്കി വെച്ചോ എന്ന് പറഞ്ഞു. നമ്മള് വണ്ടി പോകൂലായിരുന്നു, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം അയാൾ കൈയിട്ടൊന്നും പറഞ്ഞില്ല, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പാവം അയാൾ എന്നെ തള്ളി അങ്ങോട്ട് വെച്ചു തന്നു. ബസ് വണ്ടി ഉണ്ട് എവിടെ വെച്ചിരിക്കുന്നതെന്ന്. കൈസ്, വാഴയില കിട്ടി, വലിയ വാഴയില. ഓക്കെ, ഇനി തിരിച്ച് വീട്ടിൽ പോവാം. ഇന്നത്തേക്കുള്ള വെയിൽ ഫുള്ള് കൊണ്ടിട്ടുണ്ട്. കോമഡി ആയിരുന്നു സത്യം പറഞ്ഞ. അയാൾക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്ന്. നമ്മൾ അയാൾ ഇത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടും വണ്ടി നീക്കാതെ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് കത്തിയില്ല, അതിന് വേണ്ടിയിട്ടാണ് കൈയിട്ട് കാണിക്കണ്ടേ. ഞാൻ ചോദിച്ചു ആ ഏരിയയിലുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതവിടെ നിർത്തിയിരിക്കുന്നതെന്ന്. അയാൾ പറഞ്ഞതുമില്ല അതൊന്നും.
കത്തി മറന്നുപോയി ഗൈസ്. Okay, let's go. വലിയ ഇലയല്ലേ? ഇത്രയും വലിയ ഇലയുടെ ആവശ്യമുണ്ടോ? ഇപ്പൊ അമ്മ എന്താണ് ഉണ്ടാക്കാൻ പോണ്? മാങ്ങാ ചമ്മന്തി. വേർത്ത് കുളിച്ചിരിക്കുന്ന കഴുത്തൊക്കെ. അമ്മ പറയുന്ന ഇത് അമ്മ എനിക്ക് ഓഫീസിൽ ഒരു ദിവസം തന്നു വിട്ടെന്നാണ്. പക്ഷെ ഇത് കഴിച്ചൊരു ഓർമ്മ എനിക്ക് വരണില്ല എന്താണെന്ന്. തൈരും ഇതൊക്കെ തന്നില്ലേ? ആ, തൈര്, അച്ചാറ്. തൈര് 2-3 ദിവസം തന്നല്ലോ, എനിക്ക് ഓർമ്മയില്ല. ഒരു ദിവസം ചമ്മന്തി തന്നാ. ആ, അത് തന്നു. അത് മാങ്ങാ ചമ്മന്തി ആയിരുന്നല്ലേ. ഇനി എന്തൊക്കെയാണ് ഈ മാങ്ങാ ചമ്മന്തിയും പിന്നെ പിന്നെ മീൻ പൊരിക്കണം, ആ പിന്നെ മുട്ട, ബാക്കി തോരനും അല്ല മെഴുക്ക് വരട്ടിയും അതിൽ വെച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. ഗൈസ്, അപ്പോ ഇവിടെ നമ്മുടെ പൊരിച്ച മീനുണ്ട്. ഇവിടെ മുട്ട അമ്മ പൊരിച്ചു. 3 മുട്ടയെ പൊരിച്ചുള്ളൂ. കാരണം എനിക്കും അരാമോനും പശുവിനും മതി. അമ്മയ്ക്ക് മുട്ട ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മ മുട്ട അങ്ങനെ വല്ലപ്പോഴൊക്കെ ഓംലറ്റ് ഒക്കെ കഴിക്കുള്ളൂ. തിരിഞ്ഞു നിൽക്കാതെ ഇങ്ങനെ നിൽക്ക്. അങ്ങോട്ട് വരൂ. ഇത് ഏത് മീനാണ്? എനിക്ക് ഈ മീനിനെ തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല. നിനക്കുണ്ടോ? നെത്തോലി, കണവ, അത് കൊഞ്ച്, അങ്ങനത്തെ ഒക്കെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കണ്ണൻ കൊഴിയാളാണ്. എനിക്ക് ഈ ഇങ്ങനത്തെ കോഴികളെ ഇഷ്ടം. പിന്നെ വേറൊരു മീനുണ്ട്, ഇങ്ങനെ ഇരിക്കും, എനിക്ക് ഇഷ്ടമല്ല അത്. ചാള എല്ലാ മീനും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചാളയാണ്. ചാള പൊരിച്ച അവള് കഴിക്കില്ല. എനിക്ക് ഇഷ്ടമല്ല മീൻ. പക്ഷെ ഇത് നല്ലതാണ്. ഇതിന്റെ തലയൊക്കെ ഇപ്പൊ 2 ദിവസമായിട്ട് വലിയ വലിയ തലയാണ് കിട്ടുന്നത് ചോറിന്റെ കൂടെ. ഇല വാട്ടിയില്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവല്ലേ, പൊട്ടി പോവല്ലേ. ഇവിടെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഗൈസ്. അങ്ങനെ എല്ലാ സാധനങ്ങളും അമ്മ റെഡിയാക്കിയിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ചോറ്, മുട്ട പൊരിച്ചത്, എന്തോ മാങ്ങാച്ചാറ്, മാങ്ങാ ചമ്മന്തി, കോവയ്ക്ക മെഴുക്ക് വരട്ടി, അവിയൽ, മീൻ പൊരിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പൊതിച്ചോറിൽ വരണത്. അപ്പം ഇനി അമ്മ അത് പൊതിയാൻ വേണ്ടി ഇലയൊക്കെ ദാ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അമ്മ പൊതിയട്ടെ. ഞാനിത് പൊതിയുന്ന കണ്ടിട്ടില്ല കേട്ടോ ഇന്നേ വരെ. അങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി 4 എണ്ണം കൂടെ, അല്ല 3 എണ്ണം കൂടെ. ഇത് എത്ര നേരം ഇങ്ങനെ വെച്ചേക്കണം? അത് നമ്മുടെ ഇഷ്ടം പോലെയാ. ഓക്കെ. ഗൈസ്, അപ്പോൾ എൻ്റെ പൊതി ഞാൻ തുറക്കാൻ പോയി. ഇപ്പം നല്ല വിശപ്പായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബാക്കിയത്തൊക്കെ ഇപ്പോഴേ വേണം. എടേ കൊള്ളാല്ലേ? നല്ല വേണം. കൊള്ളാം. കഴിച്ചു നോക്കാം ഒരെണ്ണം. അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. തോരൻ, മെഴുക്ക് വരട്ടി, അവിയൽ, അച്ചാറ്, മുട്ട എല്ലാം കൂടെ ഇട്ട ഒരു നല്ല രുചിയുണ്ട്. നല്ല രുചി.
അപ്പോൾ പൊതിച്ചോറ് വ്ളോഗ് സക്സസ്ഫുൾ ആയിരിക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അമ്മയുടെ പൊട്ടൻഷ്യൽ എല്ലാം അമ്മ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രുചി. എനിക്ക് മനസ്സ് നിറഞ്ഞ സത്യം പറഞ്ഞു ആദ്യത്തെ ഒരു തന്നെ എല്ലാം നല്ല രുചിയുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. അമ്മ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്മയുടെ കറികളൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്താണ്, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.